ആഹാ, നന്ദച്ചന്റെ ദച്ചുമോള് ഇവിടെ വന്ന് ഒളിഞ്ഞിരിക്കുകയായിരുന്നോ? നാവുകൊണ്ട് കീഴ്ച്ചുണ്ട് നനച്ച് വശ്യമായ ഭാവത്തോടെ അയാൾ അവളോട് ചോദിച്ചതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. വാവ്, എൻ്റെ സുന്ദരിക്കുട്ടിയുടെ ഈ ഭാവം കാണാനല്ലേ നന്ദച്ചൻ ഏറെ ഇഷ്ടം. ചെറിപ്പഴം പോലെ ചുവന്നു തൊടുത്ത ഈ മനോഹരമായ ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ഈ നോട്ടം കാണുമ്പോൾ ഉണ്ടല്ലോ, നന്ദച്ചന് മോളെ അങ്ങ് കടിച്ചു തിന്നാനാണ് തോന്നുന്നത്. വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവൾ അവജ്ഞയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. ഛേ, നിങ്ങളൊരു മനുഷ്യനാണോ? മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് നാണാകുന്നില്ലേ? പെട്ടെന്ന് ദച്ചുവിൻ്റെ അരികിലിരുന്ന മീനു അയാളെ നോക്കി വെറുപ്പോടെ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ അവളുടെ നേർക്ക് നീണ്ടു. അപ്പോഴാണ് അയാൾ ശരിക്കും അവളെ ശ്രദ്ധിക്കുന്നത്. ഇതുവരെ ദച്ചു എന്ന സൗന്ദര്യധാമത്തിൽ മയങ്ങി നിൽക്കുകയായിരുന്നതുകൊണ്ട് തന്നെ ചുറ്റിനുള്ളതൊന്നും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. മീനുവിനെ അയാൾ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു. ദാക്ഷായണിയുടെ അത്ര ഇല്ലെങ്കിൽ പോലും അവളും സുന്ദരി തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു. ഈ ദേവാനന്ദന് എല്ലാ സ്ത്രീകളും ഒരുപോലെ തന്നെയാണ്, വെറും പെൺശരീരങ്ങൾ. അതിപ്പോൾ 4 വയസ്സുള്ളവളായാലും 40 വയസ്സുള്ളവളായാലും ദേവാനന്ദൻ ഒരു പെണ്ണിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കിടപ്പറയിൽ എത്തിയിരിക്കും. അവിടെ അമ്മയോ പെങ്ങളോ മകളോ എന്നുപോലുള്ള ചിന്തകൾ എന്നിൽ ഉണ്ടാകാറില്ല. മീനുവിനെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അയാളത് പറയുമ്പോൾ ദച്ചുവിൻ്റെ കൈകൾ മീനുവിൽ മുറുകി. അപ്പോൾ നിങ്ങളാണോ ദേവു ചേച്ചിയെയും? ഉള്ളിൽ തിളച്ചു മറിയുന്ന വേവലാതിയോടെ ദച്ചു അയാളെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അതെന്ത് ചോദ്യമാണ് മൈ ഡിയർ. അവളുടെ 5ാമത്തെ വയസ്സിൽ അവൾ എൻ്റെ കയ്യിൽ കിട്ടിയ നാൾ മുതൽ ആ ശരീരം ആസ്വദിക്കുന്നവനാണ് ഈ ദേവാനന്ദൻ. ചുണ്ടൊന്നു കോട്ടി ക്രൂരമായ പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം ദച്ചുവും മീനും നടുങ്ങിപ്പോയി. എന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ദേവു ചേച്ചി നിങ്ങളുടെ മകളല്ലേ? അതിന് ഉറക്കെയുള്ള ചിരിയായിരുന്നു അയാളുടെ മറുപടി. അടുത്ത നിമിഷം അയാളുടെ കണ്ണുകളിൽ ക്രൗര്യത നിറഞ്ഞു. ദേവിക ദേവാനന്ദൻ. പല്ലിനടിയിലിട്ട് ആ പേര് ഞെരിച്ചുകൊണ്ട് അയാൾ നിലത്തേക്ക് ആഞ്ഞു തുപ്പി. എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക് അവളുടെ ജാരനിൽ നിന്നുണ്ടായ അവിഹിത സന്തതി, അതാണ് ദേവിക ദേവാനന്ദൻ. ഒരു നിമിഷം അയാളുടെ വെളിപ്പെടുത്തലിൽ അവർ ഞെട്ടലോടെ അയാളെ തുറച്ചു നോക്കി. അനിത, ഈ ദേവാനന്ദൻ്റെ പ്രാണനായവൾ. ആദ്യമായി അവളെ കണ്ട നിമിഷം മുതൽ നെഞ്ചിലായിരുന്നു അവളെ ഞാൻ പതിപ്പിച്ചത്. അവൾക്ക് വേണ്ടിയായിരുന്നു കുത്തഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും ഞാൻ മാറിയത്. അവളെ സ്വന്തമാക്കിയ നിമിഷം മുതൽ മറ്റൊരു പെണ്ണിൻ്റെയും ചൂട് തേടി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഓരോ നിമിഷം അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. അവൾക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗം തന്നെ പണിഞ്ഞിരുന്നു. പക്ഷെ അവളോ, എനിക്കൊരു ഭർത്താവ് ഉദ്യോഗം നൽകിക്കൊണ്ട് അവൾ എൻ്റെ സഹോദരൻ്റെ കാമുകിയായി. അവനെ പ്രണയിച്ചു, അവനവൾ പാവിരിച്ചു, അവനുമായി അവൾ കിടക്ക പങ്കിട്ടു. ഒടുവിൽ അവൻ്റെ രക്തത്തെ അവൾ ഉദരത്തിൽ പേറി. അങ്ങനെ ജനിച്ച ജാരസന്തതിയാണ് നിന്റെ ദേവിക ചേച്ചി. ദേഷ്യവും പകയും പുച്ഛവും കലർന്ന ഭാവത്തിൽ അയാൾ പറഞ്ഞതും കേട്ടതൊക്കെയും വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ തറഞ്ഞിരുന്നു പോയി ദച്ചു. ചേച്ചിയുടെ അമ്മ ചെയ്ത തെറ്റിനാണോ നിങ്ങൾ ചേച്ചിയെ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദച്ചുവിന്. അത്രത്തോളം അവൾ ദേവുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന് മക്കളും ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരുടെ ബന്ധം അറിഞ്ഞ നിമിഷം എൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ജീവനെടുത്തപ്പോഴോ പ്രസവ സമയത്ത് അമിത ബ്ലീഡിംഗ് ഉണ്ടാക്കി അവളെ കൊന്നപ്പോഴോ ഒന്നും അടങ്ങാത്ത എന്നിലെ പക അവളുടെ മകളെ ആദ്യമായി ഭോഗിച്ചപ്പോഴാണ് എന്നിൽ ശമിക്കാൻ തുടങ്ങിയത്. അതും അവളുടെ 5ാമത്തെ വയസ്സിൽ. വർദ്ധിച്ച പകയോടെ അയാൾ മുരുളുമ്പോൾ അയാളുടെ വാക്കുകൾ തീർത്ത ഞെട്ടലിലായിരുന്നു ദച്ചുവും മീനു ഉൾപ്പെടെ പുറത്തെ വാനിൽ അവരെ കേട്ടുകൊണ്ടിരുന്ന ദേവും ദർശൻ ദക്ഷവും. രുദ്ര, ഇനിയും കാത്തിരിക്കണോ? മോൾ ഇപ്പോൾ തന്നെ ആകെ തകർന്നു പോയിട്ടുണ്ട്. ലാപ്ടോപ്പിലൂടെ കാണുന്ന ദച്ചുവിൻ്റെ പേടിച്ച് തളർന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേവ് പറഞ്ഞതും രുദ്രൻ്റെ കണ്ണുകളും അവളിൽ തന്നെ തറഞ്ഞു നിന്നു. അവൻ്റെ മുഖം മാത്രം തികച്ചും ശാന്തമായിരുന്നു. അവൻ്റെ ആ ശാന്തതയാണ് ഭയക്കേണ്ടതെന്ന് അവനെ അറിയാവുന്നവർക്കും വ്യക്തമായി അറിയാമായിരുന്നു. ഒരു നിമിഷം കൂടി അവളെ തന്നെ നോക്കി നിന്ന ശേഷം പതിയെ രുദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ദേഹം ഒന്ന് വളച്ച് സ്ട്രെച്ച് ചെയ്ത ശേഷം അവൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഗണ്ണെടുത്ത് സോക്സിനിടയിലേക്ക് തിരികെ വെച്ചു. മറ്റൊരെണ്ണം എടുത്ത് പാൻറ്റിൻ്റെ പിന്നിലും വെച്ചു. അപ്പോഴേക്കും അവൻ്റെ അരികിലേക്ക് കിടന്ന വീറും ഒന്ന് മുരണ്ടുകൊണ്ട് എഴുന്നേറ്റു. ദേഹം ഒന്ന് കുടഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലായി വന്നു നിന്നു. ആ ലക്ഷറി വാനിൻ്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് രുദ്രൻ തന്നെയായിരുന്നു. അവൻ്റെ കൂടെ തന്നെ വീറും ഉണ്ടായിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും സൈഡിലായി നിന്ന കിരൺ അവൻ്റെ അരികിലേക്ക് വന്നു. വീറുള്ളതുകൊണ്ട് തന്നെ ഒരല്പം മാറിയാണ് കിരൺ നിന്നത്. അവർക്ക് പിന്നാലെ ദേവും ദർശും പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ദേവിൻ്റെ പിയായ ആകാശ് അവൻ്റെ അരികിലേക്ക് വന്നു നിന്നു. മുന്നിൽ വീറിനെയും പിടിച്ചുകൊണ്ട് രുദ്രനും അവൻ്റെ പിന്നിലായി ദേവും ദക്ഷും അവരുടെയും പിന്നിലായി കിരണും ആകാശം നിന്നു. കൂടെ ആ പ്രദേശമാകെ ചുറ്റി വളഞ്ഞുകൊണ്ട് അവരുടെ ബോഡി ഗാർഡ്സും എന്തിനും തയ്യാറെന്ന പോലെ നിന്നു. കേട്ട വാർത്തയുടെ നടുക്കത്തിൽ മുഖം കുനിച്ചിരുന്ന് വിങ്ങിക്കരയുകയായിരുന്ന ദച്ചുവിൻ്റെ അരികിലേക്ക് ദേവാനന്ദൻ കുറച്ചുകൂടി ചേർന്നിരുന്നു. അയാളുടെ കണ്ണുകൾ അവളെ ആർത്തിയോടെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ഏറെ നേരം കരഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മുഖമാകെ ചുവന്നു തുടുത്തിരുന്നു.
കണ്ണുകൾ തളർന്ന് പാതി അടഞ്ഞു പോയിരുന്നു. ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്ന തുടുത്ത വിറയാർന്ന ചുണ്ടുകളിലേക്ക് നോക്കി അയാളൊന്ന് കീഴ്ചുണ്ട് നനച്ചു. കാമാസക്തിയുടെ ചേഷ്ടകൾ അയാളിൽ നിന്ന് ഉയർന്നു വന്നു. ഉഫ്, എൻ്റെ ദാക്ഷായണിയെ, നീ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നു. നിന്റെ കുഞ്ഞു ശരീരം എൻ്റെ കൈകൾ കൊണ്ടൊന്ന് ഞെരിച്ചമർത്താൻ ഞാൻ എത്ര നേരമായി ആഗ്രഹിക്കുകയാണെന്ന് നിനക്കറിയോ? അയാളുടെ വാക്കുകൾ കേട്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. അവളുടെ മനസ്സ് നിറയെ അല്പം മുമ്പ് അയാൾ വെളിപ്പെടുത്തിയ സത്യങ്ങൾ മാത്രമായിരുന്നു. 5 വയസ്സ് മുതൽ ദേവു ചേച്ചിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ചേച്ചി അതൊന്നും ആരോടും പറഞ്ഞില്ല? മാത്രമല്ല, ചേച്ചിക്ക് ഇയാളോടുണ്ടായിരുന്ന പെരുമാറ്റം ഒരു മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തന്നെയായിരുന്നു. തന്നോട് അത്രയും ദ്രോഹങ്ങൾ ചെയ്ത ഒരാളെ എങ്ങനെയാണ് ചേച്ചിക്ക് മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക? അവളുടെ ചിന്തകൾ പല വഴി പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ദേവാനന്ദ അവളുടെ നേരെ വിരൽ ഞൊടിച്ചത്. അവൾ ഞെട്ടലോടെ അയാളെ നോക്കിയതും ചുണ്ടിലെ ക്രൂരമായ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾക്ക് അവജ്ഞ തോന്നി. മോൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, 5 വയസ്സ് മുതൽ ദേവികയെ ഞാൻ പിച്ചി ചീന്തിയിട്ടും അവൾ അത് ആരോടും പറയാത്തത് എന്താണെന്ന്. അല്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ എങ്കിലും അത് പ്രകടമാകാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് അല്ലേ? അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അയാളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. അതിന് കാരണം ഒന്നേ ഉള്ളൂ മോളെ. ഓരോ രാത്രിയും ഞാൻ അവളെ പ്രാപിക്കുന്നത് അവൾ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല. ആർത്ത് ചിരിച്ചുകൊണ്ട് അയാൾ അത് പറഞ്ഞതും ദച്ചു ഒന്നും മനസ്സിലാകാതെ അയാളെ നോക്കി നെറ്റി ചൊളിച്ചു. അതറിഞ്ഞതുപോലെ അയാൾ വീണ്ടും പറയാൻ തുടങ്ങി. അതായത്, എന്നും രാത്രിയിൽ അവൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ ഒരല്പം ഉറക്കഗുളിക ചേർക്കുമായിരുന്നു. പിന്നെ ഞാൻ അവളെ എന്ത് ചെയ്താലും അതൊന്നും അവൾ അറിയുമായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ശരീരത്തിലെ വേദനകളെക്കുറിച്ച് പറയുന്നവളെ ഞാനൊരു പെയിൻ കില്ലർ കൊടുത്തങ്ങ് അടക്കുമായിരുന്നു. 5 വയസ്സ് മുതൽ ഏകദേശം 15 വയസ്സ് വരെ ഞാനും എൻ്റെ ഈ കൂട്ടുകാരും അവളെ അങ്ങനെ തന്നെയാണ് ഭോഗിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഒരു പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ദച്ചുവും മീനും ഒരു ഞെട്ടലോടെ അയാളെയും അയാളുടെ പിന്നിലായി അതേ ഭാവത്തോടെ തന്നെ നിൽക്കുന്ന രഘുവിനെയും ഹരിദാസിനെയും മാറി മാറി നോക്കി. ഇയാൾ മാത്രമല്ല, ഇയാളുടെ കൂട്ടുകാർക്കും ഈ ദുഷ്ടൻ ദേവിക ചേച്ചിയെ കാഴ്ചവെച്ചിരിക്കുന്നു എന്നറിഞ്ഞതും ദച്ചുവിൻ്റെ നെഞ്ച് പിടഞ്ഞുപോയി. ഒരു മനുഷ്യന് ഇത്രത്തോളം ക്രൂരനാകാൻ സാധിക്കുമോ എന്നായിരുന്നു ആ നിമിഷം അവൾ ചിന്തിച്ചത്. ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും ഇത്രത്തോളം മൃഗീയമായി പെരുമാറുന്ന ഇയാൾ മനുഷ്യനെന്ന് പോലും വിളിക്കാൻ സാധിക്കില്ല എന്ന് അവൾ ഓർത്തുപോയി. അയാൾ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ടിരുന്ന വാസുദേവന്റെ ഗിരിധരന്റെയും ചിന്തയിൽ അതുതന്നെയായിരുന്നു. പക്ഷെ അതിലൊരു ത്രില്ലുണ്ടായിരുന്നില്ല കേട്ടോ മോളെ. വീണ്ടും അയാളുടെ ശബ്ദം കേട്ടതും അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ചത്ത ശവം പോലെ അവൾ അങ്ങനെ ബെഡിൽ ഒന്നും അറിയാതെ കിടക്കുമ്പോൾ അവളോടുള്ള ആസക്തി അങ്ങ് കുറഞ്ഞു വരുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ തന്നെ സെക്സിൽ ശബ്ദങ്ങളില്ലാതെ എന്ത് ആസ്വാദനം ഉണ്ടാകാനാ? ഛേ! വല്ലാത്തൊരു ഭാവത്തിൽ അയാൾ പറയുന്നത് കേട്ട് അവർ വെറുപ്പോടെ മുഖം തിരിച്ചു. അത് കണ്ടതും അയാൾ വീണ്ടും ഉറക്കെ അട്ടഹസിച്ചു. പിന്നെ ടെക്നിക്സ് വളർന്നില്ലേ? പലതരം സെക്സ് ഡ്രഗ്സ് രാജ്യത്ത് വിപുലമായ സമയമായതുകൊണ്ട് തന്നെ അവളുടെ 15ാമത്തെ വയസ്സ് മുതൽ അവൾ നന്നായിട്ട് തന്നെ ഞങ്ങളോട് സഹകരിച്ചു. പരിഹാസത്തോടെ അയാൾ പറഞ്ഞത് കേട്ട് തെച്ച് ദേഷ്യത്തോടെ അയാളെ നോക്കി. മനുഷ്യനാണോ നിങ്ങൾ? സ്വന്തം മകളെ? നോ, അങ്ങനെ പറയരുത് ദാക്ഷായണി. അവൾ എൻ്റെ മകളല്ല. അവളുടെ അമ്മ എൻ്റെ ആനിയൻ്റെ കൂടെ കിടന്നുണ്ടാക്കിയത് എങ്ങനെ എൻ്റെ മകളാകും? അവൾ പറഞ്ഞത് കേട്ട് അയാൾ ദേഷ്യത്തോടെ അലറി. ദേവു ചേച്ചിയുടെ അമ്മ ചെയ്ത തെറ്റിന് ദേവു ചേച്ചി എന്തിനു നിങ്ങൾ ശിക്ഷിച്ചു? ചേച്ചി നിങ്ങളോട് യാതൊരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ. അയാളുടെ അലർച്ചയിൽ ഒന്ന് ഭയന്നു പോയെങ്കിലും അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദച്ചുവിന്. അവൻ്റെ ചോരയിൽ അവളുടെ വയറ്റിൽ പിറന്നു എന്നത് തന്നെയായിരുന്നു ദേവിക ചെയ്ത തെറ്റ്. ദച്ചുവിൻ്റെ ചോദ്യം കേട്ടതും അയാൾ ചുവന്ന കണ്ണുകളോടെ പറഞ്ഞു. എൻ്റെ അനിയൻ എന്ന് പറയുന്നവൻ്റെ കൂടെ കിടന്ന് വയറ്റിൽ അവൻ്റെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അതിനെ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് അവൾ നോക്കിയത്. യാദൃച്ഛികമായി അവൻ്റെയും അവളുടെയും സംസാരം ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അവിഹിത സന്തതിയെ എൻ്റെ മകളാണെന്നും വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വളർത്തേണ്ടി വന്നേനെ. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ അവളെ നോക്കി പറഞ്ഞു. എന്തായാലും എന്നോട് ചെയ്തതിനുള്ള ശിക്ഷ രണ്ടിന് ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് കൊടുത്തത്. അവളുടെ മുന്നിലിട്ടാണ് ഞാൻ അവനെ വെട്ടി നുറുക്കിയത്. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഉന്മാദം നിറഞ്ഞിരിക്കുന്നത് അവൾ പേടിയോടെ നോക്കിക്കണ്ടു. പിന്നെ അവനെ ഞാൻ കൊല്ലുന്നത് കണ്ട് പേടിച്ച് നിലവിളിച്ച അവളുടെ ആടിവയറ്റിൽ ചവിട്ടിയാൽ ഞാൻ വീഴ്ത്തിയത്. അവളുടെ ആ വീഴ്ചയിൽ നിന്ന് തന്നെ എനിക്കറിയാമായിരുന്നു അവൾ പിന്നെ ജീവിക്കില്ല എന്ന്. തള്ളയും പിള്ളയും ഒരുമിച്ച് തീർക്കണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ വിഷവിത്ത് ജീവിച്ചു. പക്ഷെ അതുകൊണ്ട് ലാഭം എനിക്ക് തന്നെയായിരുന്നു കേട്ടോ. ഒരുപക്ഷെ അന്ന് തന്തയുടെയും തള്ളയുടെയും കൂടെ അവളും അങ്ങ് തീർന്നിരുന്നുവെങ്കിൽ എന്നെ ചതിച്ച അവരോടുള്ള പ്രതികാരം എനിക്ക് അവളിലൂടെ തീർക്കാൻ കഴിയില്ലായിരുന്നല്ലോ. ഞാനും എൻ്റെ കൂട്ടുകാരും ഉൾപ്പെടെ എത്ര പേരാണെന്നറിയോ ഈ കാലത്തിനിടെ അവളുടെ ആ മാദകമേനയിലൂടെ കയറി ഇറങ്ങിയത്. ഭ്രാന്തമായ ഭാവത്തോടെ അയാൾ പറയുന്നത് കേട്ട് ദച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുന്നിൽ നിൽക്കുന്നത് ഒരു രക്തദാഹിയായ പിശാചാണെന്ന് അവൾക്ക് തോന്നി. എടാ നന്ദ, ഇങ്ങനെ കൂട്ടുകാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ ഞങ്ങളെ കൂടി അവൾക്ക് വിശദമായൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. എങ്കിലല്ലേ ഞങ്ങൾ ആരാണെന്ന സംശയം കൊച്ചിനങ്ങ് മാറിക്കിട്ടുള്ളൂ.
പെട്ടെന്ന് അയാളുടെ പിന്നിലായി നിന്ന് രാഘവും ഹരിദാസും കുറച്ച് മുന്നോട്ട് കയറി നിന്നുകൊണ്ട് ഒരു വഷളച്ചിരിയോടെ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അയാളുടെ നേർക്കായി. ആ, അത് നിങ്ങൾ പറഞ്ഞത് നേരാ. നിങ്ങളെ കൂടി വിശദമായി പരിചയപ്പെടുത്തിയാലല്ലേ കാര്യങ്ങൾക്കൊരു ത്രില്ലുണ്ടാകൂ. അവർ പറഞ്ഞത് കേട്ട് നന്ദൻ അവരെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അയാൾ ദച്ചുവിന് നേരെ തിരിഞ്ഞു. ആ, അപ്പോൾ മോളെ, ഇവരെ അറിയില്ലേ മോൾക്ക്? എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണിവർ. ഹർഷിയുടെയും ഗൗതത്തിൻ്റെയും അച്ഛന്മാർ. എന്നോടൊപ്പം എന്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ. ആ പിന്നെ സുഹൃത്തുക്കൾ മാത്രമല്ല കേട്ടോ, ഇവർ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് കൂടെയാണ്. അപ്പോൾ മോള് വിചാരിക്കും ഒരു ഡോക്ടറായ എനിക്ക് എന്ത് ബിസിനസ്സാണെന്നല്ലേ? അയാളുടെ ചോദ്യം കേട്ടതും ദച്ചു ഉമിനീറിറക്കം പോലും ഭയന്നുകൊണ്ട് അയാളെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം ഉണ്ട് മോളെ. പ്രോസ്റ്റിറ്റ്യൂഷൻ, ഡ്രഗ്സ്, ഹ്യൂമൻ ട്രാഫിക്, ഓർഗൻ ട്രാഫിക് എന്ന് വേണ്ട ഇല്ലീഗലായ എല്ലാ ബിസിനസ്സുകളും മോളുടെ ഈ നന്ദച്ച് നടത്തുന്നുണ്ട്. വന്യമായ ചിരിയോടെ അയാൾ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഞങ്ങളുടെ വലങ്കൈയായിരുന്നു മുംബൈ ഗിരിധർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിരീഷ്. മാറി വരുന്ന മുഖഭാവത്തോടെ അയാൾ വീണ്ടും പറഞ്ഞത് കേട്ട് അവൾ തുറിച്ച കണ്ണോടെ അയാളെ നോക്കിപ്പോയി. അപ്പോൾ ഗിരീഷ് ഇയാളുടെ ആളായിരുന്നോ? ഇയാൾ പറഞ്ഞിട്ടാണോ അയാൾ തന്നെ കല്യാണം കഴിക്കാനായി വന്നത്? അവളുടെ ഉള്ളിലൂടെ 1000 ചോദ്യങ്ങൾ കടന്നുപോയി. മോളുടെ ഊഹം ശരി തന്നെയാ. എനിക്ക് വേണ്ടി തന്നെയാ അവൻ നിന്നെ കല്യാണാലോചിച്ച് വന്നത്. അയാൾ അത് പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആ, സത്യത്തിൽ അവന് നിന്നെ കെട്ടണമെന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും നിന്റെ വശ്യമായ സൗന്ദര്യം അവനൊന്ന് ആസ്വദിക്കണമായിരുന്നു. അത്രയേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആരോരും ഇല്ലാതെ ആ ആശ്രമത്തിൽ കിടക്കുന്ന നിന്നെ സ്വന്തമാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന് അവന് തന്നെ അറിയാമായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അവൻ്റെ വർണ്ണനകളിലൂടെ അറിഞ്ഞ നിന്റെ ഈ സർപ്പ സൗന്ദര്യം എന്നെ ഉന്മാദത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു എത്തിച്ചത്. ഒരു തവണ കൊണ്ടൊന്നും നീ എന്ന മോഹം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെക്കൊണ്ട് അന്ന് അങ്ങനെ ഒരു വിവാഹ നാടകം ഞാൻ പ്ലാൻ ചെയ്തത്. ക്രൂരമായ ചിരിയോടെ അയാൾ പറയുന്നത് കേട്ട് ആ ദിവസങ്ങളിൽ താൻ അനുഭവിച്ച മനോവേദന ഓർത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവാനന്ദന്റെ ഓരോ വാക്കുകളും ദച്ചുവിന്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അച്ഛനെപ്പോലെ കണ്ടിരുന്ന വ്യക്തി തന്നെ ഇത്രയും നാളും കാമക്കണ്ണുകളോടെയാണ് നോക്കിയിരുന്നത് എന്ന ചിന്ത പോലും അവളെ അടിമുടി വിറപ്പിച്ചു. അയാൾ തന്നെ ചേർത്ത് പിടിച്ചതും തലോടിയതും ചുംബനങ്ങൾ നൽകിയതുമൊക്കെ തന്നോടുള്ള അയാളുടെ സ്നേഹവും വാത്സല്യവും ആയിരിക്കുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ അതൊക്കെ അയാൾ മറ്റൊരർത്ഥത്തിൽ ചെയ്തിരുന്നതാണ് എന്നോർത്തതും അവൾക്ക് സ്വന്തം ശരീരത്തോട് പോലും വല്ലാത്ത അറപ്പ് തോന്നി. ഗിരിയെ കൊണ്ട് നിന്നെ കെട്ടിച്ച ശേഷം അന്ന് തന്നെ നിന്നെ ബാംഗ്ലൂരിൽ എത്തിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. കാരണം എന്താണെന്നറിയോ? നിന്റെ ഈ വശ്യ സൗന്ദര്യം ആദ്യം എനിക്ക് തന്നെ നുകരണം എന്ന എൻ്റെ ആഗ്രഹം കൊണ്ട്. എനിക്ക് മുന്നേ നിന്നെ വേറെ ഒരുത്തനും തൊടാതിരിക്കാൻ വേണ്ടി. അയാൾ ഒരു വഷള ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് മുട്ടുകാലിൽ മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അയാളുടെ മുഖം പോലും ഇനി കാണാൻ വയ്യെന്ന പോലെ. അത്രത്തോളം അയാളുടെ വാക്കുകൾ അവളെ തളർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? നിന്റെ ആ മറ്റവനും ആങ്ങളമാരും കൂടി എൻ്റെ പ്ലാനുകളെല്ലാം തകിടം മറിച്ചു. അടുത്ത നിമിഷം അയാളുടെ ഭാവം മാറി. മുഖമാകെ വന്യമായൊരു മൃഗത്തിൻ്റെ ഭാവം തെളിഞ്ഞു. നിന്റെ ഒരു രോമത്തിൽ പോലെ ഒന്ന് തൊടാൻ കഴിയാത്ത വണ്ണം അവന്മാർ നിനക്ക് സംരക്ഷണം ഒരുക്കി. ഗിരിയിലൂടെ നിന്നെ എൻ്റെ അരികിലെത്തിക്കാമെന്ന് കരുതിയപ്പോൾ നിന്റെ രുദ്രൻ അവനൊരു പട്ടിയെ കൊല്ലും പോലെ വെടിവെച്ച് കൊന്നു. അയാൾ പറഞ്ഞത് കേട്ട് ദച്ചുവിൻ്റെ മനസ്സിൽ അന്നത്തെ ആ സംഭവങ്ങളായിരുന്നു കടന്നു വന്നത്. ഗിരി തന്നെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചതും അതിനിടയിൽ ഗൗതത്തിന് അപകടം പറ്റിയതുമൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഗൗതത്തെക്കുറിച്ച് ഓർത്തതും അവളുടെ കണ്ണുകൾ സംശയത്തോടെ ഹരിദാസിന് നേർക്ക് നീണ്ടു. സ്വന്തം മകനെ അപകടപ്പെടുത്താൻ ഇയാളും കൂട്ടുനിന്നു എന്നായിരുന്നു അവൾ ആ നിമിഷം ചിന്തിച്ചത്. അത് മനസ്സിലായതുപോലെ ഹരിദാസ് ഒരു ചിരിയോടെ അവളെ നോക്കി. മോളുടെ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം മകനെ അപകടപ്പെടുത്താൻ ഞാനും കൂടി കൂട്ടുനിന്നു എന്നല്ലേ മോളിപ്പോൾ ചിന്തിക്കുന്നത്? പക്ഷെ ആ കാര്യത്തിൽ ഞാൻ തികച്ചു നിരപരാധിയാണ് മോളെ. അതുപോലെ ഗിരീഷിനും അവൻ എൻ്റെ മകനാണെന്ന കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായ കാര്യം പോലെ അയാൾ പറയുന്നത് കേട്ട് ദച്ചു അയാൾ അവജ്ഞയോടെ നോക്കി. അത് കണ്ടതും ദേവാനന്ദ അവളുടെ നേരെ വിരൽ ഞൊടിച്ചു. അപ്പോൾ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, രുദ്രൻ ഗിരിയെ കൊന്നുകളഞ്ഞത് അല്ലേ? അതെനിക്ക് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു കേട്ടോ. എങ്കിലും നിന്നെ വേണ്ട എന്ന് വയ്ക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത്രമാത്രം നിന്റെ സൗന്ദര്യം എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നിന്റെ മുന്നിലേക്ക് ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചത്. അതിനായി ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളെ തേടി ഒരു ഓഫർ എത്തുന്നത്. അതും കോടികളുടെ ഓഫർ. അതെന്താണെന്ന് അറിയോ മോൾക്ക്? മുഖം കുനിച്ചിരിക്കുകയാണെങ്കിലും അയാളുടെ ഓരോ വാക്കുകളും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഹാർട്ട് ഫെയിലിയറായ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു വിദേശ വനിതയ്ക്ക് O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഹാർട്ട് വേണം. ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച വക്രമായ ചിരിയോടെ അയാൾ പറഞ്ഞത് കേട്ട് അതുവരെ മുട്ടുകാരെ മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അയാളെ ഒന്ന് നോക്കി. O നെഗറ്റീവ് ദേവികയുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാൾ പറഞ്ഞത് കേട്ട് ശക്തമായൊരു ഞെട്ടൽ അവളിൽ ഉളവായി.
റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവളുടെ ഓർഗൻസിനൊക്കെ നമ്മൾ ചോദിക്കുന്ന വിലയായിരിക്കും കിട്ടുന്നത്. വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.